തലശ്ശേരി ദം ബിരിയാണി വരെ കിട്ടുന്നുണ്ടോ? അപ്പൊ ഒന്നും നോക്കണ്ട, എല്ലാരും ഇങ്ങോട്ട് പോയി. ഈ അവസ്ഥ ഈ ചാരി നിൽക്കൂലേ? ഇതാണ് മഴ തോർന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരാളുണ്ടായിരുന്നു. നമ്മളൊരു ഞങ്ങൾ പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ഉപരി ഇവിടെ ബിസിനസ് നടത്തുകയാണ്. അല്ല, ഫുഡ് പക്കറ്റ് നമ്മൾ നേരത്തെ കഴിച്ചു. ഇന്നലത്തെ വീഡിയോ കണ്ടാക്കി മനസ്സിലാവും. ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് രാവിലെ 4 മണിക്ക് എണീറ്റ് എണീറ്റിട്ട് സെക്കൻഡ് ക്ലാസ് കയറി കഴിഞ്ഞാൽ ചിലപ്പോ തൂക്കിയെടുത്ത് പുറത്തേക്ക് കയറിയും. കാരണം അപ്പുറത്തെ തള്ളുകൊണ്ടേ. ഞങ്ങളിപ്പോ വന്നത് മുതൽ നോക്കുകയാണെങ്കിൽ മാതേരാലാണ് അങ്ങ് ഒടുക്കത്തെ മഴ. എന്താ പറഞ്ഞോളൂ. ഇവിടെ കാലത്ത് 6 തൊട്ട് രാത്രി 10 വരെ മലയാളി വണ്ടിക്കെല്ലാം പൻവേല്. അത് കാലത്ത് വെള്ളപ്പം, പൊറാട്ട, ഇട്ടിവട, പെട്ടദോശ, മീൻകറി ഊണ്, തേജ് ഊണ്, നമ്മളെ കേരളത്തിൽ ലഭിക്കുന്ന എല്ലാ ഫുഡും 2 മണിക്കൂർ മുന്നേ അല്ലേ? 2 മണിക്കൂർ മുന്നേ ജ്യോതി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് പൻവേലിനോട് ചെക്കൗട്ട് ചെയ്തിട്ട് 2ാമത്തെ ദിവസം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ റെയിൽവേ സ്റ്റേഷൻ പോകണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരാളുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ സംരക്ഷിച്ച ഫോട്ടോ പിടിക്കാം. ഓട്ടോയിൽ നമ്മൾ നേരെ റെയിൽവേക്ക് പോവാം. ഗായ്സ്, അപ്പൊ നമ്മള് റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. നമുക്ക് ഏകദേശം ട്രെയിൻ എന്ന് പറയുന്നത് 11 മണിക്കാണ്, 11:30ക്കാണ്. ഡയറക്റ്റ് ജമ്മു, പിന്നെ നമ്മളെ കേരള ലാസ്റ്റ് കിട്ടാനാണ് തിരുനെല്ലി ട്രെയിനാണ് കിട്ടിയിട്ടുള്ളത്. അതിന് മുന്നേ ഇന്നലെ ഞങ്ങള് പിന്നെ നമ്മൾ മാതേരാൻ പോകുന്ന വഴി മാതേരാൻ പോകുമ്പോൾ ഞങ്ങളൊക്കെ ഏകദേശം ലോക്കൽ ട്രെയിനുമായിട്ട് റിലേറ്റഡ് ട്രിപ്പ് ഇട്ട് കിടക്കുന്നത്. അപ്പോൾ ഒരാളെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അതൊരു മലയാളി, മുംബൈയിൽ നിന്നും മലയാളി. അപ്പോ ജോലി എന്നാട്ടോ പേര്, ജോലി എന്ന പേര്. അവള് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടേക്ക് പൻവേലിലേക്ക് എത്തിയിട്ടുണ്ട്. 2 മണിക്കൂർ രാവിലെ എണീറ്റ് യാത്ര ചെയ്തിട്ടാണ് അവൾ വന്ന് നമ്മളെ കാത്ത് നിൽക്കുന്നത് കേട്ടോ. ഞങ്ങൾ 5 മിനിറ്റ് ലേറ്റായി. ഞാനും റോഷനും പിന്നെ റെയിൽവേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവളിവിടെ പിന്നെ ജ്യോതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളിവിടെ മുംബൈയിൽ സെറ്റിൽഡാണ്. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സാണ്. അപ്പൊ നല്ല എന്താ പറയാ, നല്ല പരിചയം കേട്ടോ. നാട്ടിലൊക്കെ വല്ലപ്പോഴും വന്നതാണ്. നമുക്ക് നേരിട്ട് കാണാം. ഈ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയില് ഫുൾ ടൈം മഴ കേട്ടാ. ഞങ്ങളിപ്പോ വന്നത് മുതൽ നോക്കുകയാണെങ്കിൽ മാതേരാലാണ് അങ്ങ് ഒടുക്കത്തെ മഴ. അതിന്റെ വ്ളോഗ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഗംഭീര മഴ. ഇവിടെ മഴ തോർന്നിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ അവസ്ഥയാണ്. ഈ ചാരി നിൽക്കൂലേ? ഇതാണ് മഴ തോർന്ന അവസ്ഥ. അപ്പൊ നമ്മുടെ റെയിൽവേയിൽ എത്തിയിട്ടുണ്ട്. ജ്യോതി പ്ലാറ്റ്ഫോം 1 ഇരിക്കുന്നുണ്ടാ പറഞ്ഞേ. ലോഞ്ചിലാണോ പറഞ്ഞത്? അപ്പൊ അപ്പുറത്തായിരിക്കണം. എവിടെ കാണാനില്ലല്ലോ. ചിലപ്പോ ഞാൻ അപ്പുറത്തായിരിക്കും. അവിടെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടാവും. ഇതാണ് ഇവിടുത്തെ ലോക്കൽ ട്രെയിനുകൾ. കണ്ടോ? ദിസ് ഈസ് ലോക്കൽ ട്രെയിൻ ഓഫ് പൻവേല്. എടാ, നമ്മൾ ഇന്നലെ യാത്ര ചെയ്ത ദിവസമാണ്. ഇന്നലെ വരുമ്പോ യാത്ര ചെയ്തതിലെ ഏറ്റവും ലാസ്റ്റത്തെ യാത്ര മാതേരാൻകില്ല അല്ലേ? അതേടാ. ഈ സെക്കൻഡ് എഴുതിയുണ്ട്, സെക്കൻഡ് നമ്പർ. ഇത് സെക്കൻഡ് ക്ലാസ് കിട്ടും. ഇതിലാണ് നമ്മൾ കയറേണ്ടത്. ലോക്കൽ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ കയറാം. ഫസ്റ്റ് ക്ലാസ് കയറി കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല. സെക്കൻഡ് ക്ലാസ് കയറി കഴിഞ്ഞാൽ ചിലപ്പോ തൂക്കിയെടുത്ത് പുറത്തേക്ക് കയറിയും. കാരണം അപ്പുറത്തെ തള്ളുകൊണ്ടേ നമ്മൾ ഇപ്പുറത്തെ സൈഡിലെത്തും. ഒരാൾ നമ്മളെ കാത്ത് അവിടെ നിൽക്കണ്ട കേട്ടാ. ഹലോ, ഗുഡ് മോർണിംഗ്. എടാ, നമ്മളെ കാണാനായിട്ട് 2 മണിക്കൂർ മുന്നേ അല്ലേ? 2 മണിക്കൂർ മുന്നേ ജ്യോതി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു 10 15 ലേറ്റായി. ഇന്നലെ ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തത് നമ്മളെ കേരള ഫുഡാണ്. അപ്പൊ ഇനി നിന്ന് നമുക്ക് ഇവിടുത്തെ
മഹാരാഷ്ട്ര സ്പെഷ്യൽ ഫുഡൊന്ന് ട്രൈ ചെയ്യാം. ഇവിടെ അടുത്ത് തന്നെ കാണിക്കുന്നത്. സ്റ്റേഷനൊക്കെ ക്ലിയർ കേട്ടോ, നല്ല അടിപൊളി പക്കാവയ്ക്ക്. ഇവിടെ മഴ അവസാനിച്ച സമയത്തുണ്ട്, ഫുൾ ടൈം മഴയാണ്, ഒരു രക്ഷയില്ല. അന്നപൂർണ ഹോട്ടലിലേക്ക് പോകാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോ ക്രോസിംഗ് ആണോ? അല്ല. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ഫ്രണ്ട് എത്തിയിട്ടോ. ഞങ്ങൾ നേരെ അപ്പുറത്തേക്ക് വേറൊരു ഹോട്ടല് നോക്കി പോയി. അവിടെ ഇതില്ല. ഇവിടെ മുംബൈക്ക് ആ ദോസ്താണ് ഹോട്ടൽ റെസ്റ്റോറന്റ് അറിയില്ലേ. ഇന്നലെ മഴയത്ത് ഏകദേശം പോകേണ്ട തീരുമാനം ഇന്ന് റെഡി ചെയ്താ എന്താ പോയില്ല ഗൈസ്. ഞങ്ങളപ്പോ വീണ്ടും പിന്നെ അന്നപൂർണേശ്വരി ഹോട്ടലിൽ നല്ല പന്തയിലും വന്നിട്ട് നല്ല അടിപൊളി മുട്ടക്കറി വെള്ളപ്പം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈ ഹോട്ടൽ തന്നെ ഇറങ്ങണം. പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ഇവിടുത്തെ റെയിൽവേ ട്രാക്കിംഗ് അവൈലബിലിറ്റി ഉണ്ട്, ഫുഡ് അവൈലബിലിറ്റി ഉണ്ട്. അതുപോലെ കൂടെ നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് മുഖേന ചെയ്യാം, ഫുഡ് ഓർഡർ ചെയ്യാം. നമ്മുടെ കൂടെ ഒരു അതിഥി കൂടെ എന്താ പറയില്ല, ഒരു കട്ട ഫ്രണ്ട്, ഞാൻ പറഞ്ഞ കട്ട ഫ്രണ്ട് ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് രാവിലെ 4 മണിക്ക് എണീറ്റ് വീണ്ടും 3 മണിക്ക് എണീറ്റിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാണാനായിട്ട് പൻപയിലേക്ക് മംഗളയ്ക്ക് കൊടുക്കണ്ടില്ല. മംഗളയ്ക്ക് ഇഡ്ലി വട, തട്ടുദോശ, മുട്ടക്കറി, കോഴിക്കറി, കടലക്കറി കേരളത്തിൽ കിട്ടാതെ ബുദ്ധിമുട്ടും കിട്ടും. നമ്മൾ തമിഴ്നാട്ടിൽ ഇവിടെ ബിസിനസ് നടത്തണം. അല്ല, ഫുഡ് പക്കട്ടാണ്. നേരത്തെ കഴിച്ചു. ഇന്നലത്തെ വീഡിയോ കണ്ടാക്കി മനസ്സിലാവും. അപ്പം കടി അപ്പൊ നമ്മളെ ഈ ഒരു അന്നപൂർണേശ്വരി ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. ഈ ഹോട്ടലിലെ പ്രധാനപ്പെട്ട ഒരു ഓണർ എന്ന് തന്നെ പറയാം. ഹോട്ടലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഏട്ടൻ പറയുന്നതാണ്. ഏട്ടൻ പറഞ്ഞോളൂ. ഇവിടെ കാലത്ത് 6 തൊട്ട് രാത്രി 10 വരെ ഈ മലയാളി വണ്ടിക്കെല്ലാം കൊടുക്കുന്നുണ്ട്. പൻവേല്, ഓൺലി പൻവേല്. അത് കാലത്ത് വെള്ളപ്പം, പൊറാട്ട, ഇഡ്ലി വട, തട്ടുദോശ, മീൻകറി ഊണ്, തേജ് ഊണ്, നമ്മളെ കേരളത്തിൽ ലഭിക്കുന്ന എല്ലാ ഫുഡും 10 മണി കഴിഞ്ഞാൽ ബിരിയാണി എല്ലാം സ്റ്റാർട്ടിങ്, എല്ലാ വണ്ടിക്കും കിട്ടും. ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി വരെ കിട്ടും. ഒന്നും നോക്കണ്ട, എല്ലാരും ഇങ്ങോട്ട് പോയി. ചിക്കൻ ഫ്രൈ, കോഴി ഫ്രൈ, മീൻ ഫ്രൈ എല്ലാം കിട്ടും. കാര്യം പോത്ത് മാത്രം മലയാളികൾ അത് മാത്രം കിട്ടാൻ വേണ്ടി അതെ ശരി. പിന്നെ നമുക്ക് ഇവിടെ എല്ലാവരെയും കച്ചവടം. ഇവിടുത്തെ മഹാരാഷ്ട്രനും നമ്മുടെ സിന്ധികള്, പിന്നെ ഗുജറാത്തികള്, പൻവേലിലേക്ക് വരുന്ന ആളുകൾ മാത്രമല്ല, രാജസ്ഥാന്, അതേപോലെ ആഗ്ര, പിന്നെ നമ്മളെ മണാലി പോകുന്നവരെയൊക്കെ ട്രെയിൻ ഇതുവഴി പാസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫുഡ് ഓർഡർ ചെയ്യാം. ഇയാളെ ഇടയ്ക്കിടയ്ക്ക് ഭീകരണ്ടാവും. ഞാൻ സംസാരിക്കുന്ന കേട്ടായിരിക്കും. ഇതൊക്കെ വീഡിയോ ഒക്കെ കട്ട് ചെയ്തിട്ടുള്ളൂ. ജോലി കഴിച്ച എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. വെള്ളപ്പം, നാട്ടില് വെള്ളപ്പം മുന്നേ കഴിച്ചിട്ടില്ല ഇവിടുന്ന്? ആള് സംഭവം ആള് മലയാളിയാണ്, പക്ഷെ നമ്മുടെ നാട്ടില് വെള്ളപ്പം കഴിച്ചിട്ടില്ല. ഇപ്പൊ കഴിച്ച് സംഭവം മലയാളം പഠിപ്പിച്ചു കൊടുക്കുന്ന അപ്പൊ ഞങ്ങള് ഏകദേശം ഭക്ഷണം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇവരൊക്കെ തുടങ്ങി. ഞാൻ അന്നക്കിട്ടില്ല. ഇത്ര വീഡിയോ റെക്കോർഡ് ചെയ്യണ്ടേ.